الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മുത്തഖിയായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് അവൻ സാമൂഹ്യ ജീവിയാണ് എന്നുള്ളത്. നമുക്ക് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നാം ഉറങ്ങുമ്പോഴും നാം ഭക്ഷണം കഴിക്കുമ്പോഴും നാം വിശ്രമിക്കുമ്പോഴുമെല്ലാം നമുക്ക് ഭക്ഷണത്തിനും നമുക്ക് വസ്ത്രത്തിനും അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു പലരും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതുപോലെ തന്നെയാണ്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എത്ര പണമുണ്ടെങ്കിലും ആ പണം നമ്മുടെ കയ്യിലെത്തണമെങ്കിൽ തന്നെ എത്ര അധ്വാനാണ് ആ പൈസ, കറൻസികൾ. അത് കൊടുത്ത് നാം വാങ്ങുന്ന സാധനമെന്തോ അതുണ്ടാക്കാൻ എത്ര ആളുകൾ മെനക്കെട്ടതാണ്. അങ്ങനെ ഒരാളുടെയും ഒരു സഹായമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ പിറക്കാനോ പിറന്നതിന് ശേഷം മരണം വരെ ജീവിക്കാനോ സാധ്യമല്ല. അത് മനുഷ്യർ പരസ്പരം സഹോദരങ്ങളായി, മനുഷ്യർ പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ് അത്. ഇബാദത്തുകൾ എടുത്തു നോക്കിയാൽ അതിലും
ആളുകൾ കൂടുന്ന ജമാഅത്തിനാണ് പ്രതിഫലം കൂടുതൽ എന്നാണ്. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്. ഏതൊരു ഇബാദത്തുകൾ എടുത്താലും ആ ഇബാദത്തുകളെല്ലാം തന്നെ ഒരുമിച്ച് ചെയ്യാനാണ് അല്ലാഹു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സമൂഹത്തോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് നമ്മൾ, സമൂഹത്തെ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ. 5 നേരവും നാം നമസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ എന്ന് പറയുന്നുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മേലും എല്ലാ സ്വാലിഹായ സച്ചരിതരായ ആളുകളുടെ മേലും നിന്റെ സമാധാനം ഉണ്ടാകണമേ, നിന്റെ സമാധാനം ഉണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ആഫ്രിക്കയിൽ നമസ്കരിക്കുന്ന ആളും ഇവിടെയുള്ള നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിവിടെ ജുമാ നമസ്കരിക്കുമ്പോഴും യൂറോപ്പിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും പരസ്പരം പ്രാർത്ഥിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന ഒരു രൂപത്തിലാണ് മനുഷ്യന്റെ ഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയയോ ഉഖർവിയായ ഏത് വിഷയങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി കൂടിയാലോചന, ഒരു ഷൂറ വേണമെന്ന് അള്ളാഹു നമ്മളെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാത വഅംറുഹും ശുറാ ബൈനഹും. വിശ്വാസികളുടെ ഗുണത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് പറയുകയാണ്, അവർ തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകുന്നവരാണ്, റബ്ബിന്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും അവരുടെ കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുന്ന, ചർച്ച ചെയ്യുന്ന ആളുകളുമാണ് അവർ എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവർ വിശ്വാസികളുടെ ഗുണമായിട്ട് അല്ലാഹു പറഞ്ഞു, പരസ്പരം കാര്യങ്ങൾ കൂടിയാലോചിക്കുന്ന സ്വഭാവം വിശ്വാസികൾക്ക് ഉണ്ടാവണമെന്ന്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വിഷയമാണെങ്കിലും അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായോ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളുമായോ ഭാര്യയായോ മക്കളായോ അവനത് ഷെയർ ചെയ്യുകയും അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് കൂടിയാലോചിക്കുകയും ചെയ്യണം. കുടുംബമാണെങ്കിൽ കുടുംബത്തോട്, അതേപോലെ സാമൂഹിക വിഷയമാണെങ്കിൽ സമൂഹത്തോട് കൂടിയാലോചിക്കുന്ന സ്വഭാവം ഉണ്ടാവണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണം. അള്ളാഹിന്റെ ദീനിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ ഗൈഡൻസ് നൽകുന്നു എന്നതാണ് നമ്മുടെ മഹത്തായ ഒരു ഭാഗ്യം. ഏതുവരെ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരോട് മാത്രമല്ല, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹ് പറയുന്നു കൂടിയാലോചിക്കണം കാര്യങ്ങൾ എന്ന്. നബിക്ക് അള്ളാന്റെ വഹി ഇറങ്ങുന്ന ആളാണല്ലോ, അപ്പൊ പിന്നെ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും വഹി കൊടുക്കലല്ല, കിട്ടിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലെല്ലാം സമൂഹത്തിന്റെ സഹകരണവും അവരുടെ അഭിപ്രായവും തേടേണ്ടതുണ്ട്. അള്ളാഹു സൂറത്ത് ആല ഇംറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വശാവിറുഹും ഫിൽ അംർ, നിങ്ങൾ കാര്യങ്ങളിൽ കൂടിയാലോചിക്കുക അവരോട്. ഫഇദാ അസംത, എന്നിട്ടൊരു തീരുമാനമെടുത്താൽ ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ബരമേൽപ്പിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയണത്, നിങ്ങൾ സ്വഹാബികളോട് കൂടിയാലോചിക്കണം, കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പാടില്ല എന്ന്. അപ്പൊ കൂടിയാലോചനയിൽ ഒരുപാട് ഗുണങ്ങളും നന്മകളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്നാമതായി നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ അബദ്ധങ്ങൾ കുറയും. അതുപോലെ പരിചയമുള്ള ആ വിഷയമായി പരിചയമുള്ള ആളോട് ചോദിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ അതിലുള്ള നമ്മുടെ അബദ്ധങ്ങൾ കുറയും. അതുപോലെ തന്നെ അതിലുള്ള മറ്റൊരു ഗുണം, മറ്റുള്ളവരെ പരിഗണിക്കുക കൂടിയാണ് അതിലൂടെ ചെയ്യുന്നത്. നാം എത്ര വലുതായാലും ജീവിത അനുഭവമുള്ളവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പരിഗണിക്കലും
നമ്മിൽ ഒരു താഴ്മ, വിനയം മനസ്സിന് ഉണ്ടാകലും കൂടിയാണത് എന്നാണ്. നമ്മുടെ വാപ്പാനേക്കാളും ഒരുപാട് വിവരമുള്ള ആളായിരിക്കും, ഒരുപാട് നാട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ നമ്മുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, ആളുണ്ടാവും. പക്ഷെ ആ ചെയ്യാൻ പോകുന്ന കാര്യം വാപ്പനോടൊന്ന് കൂടി എന്നിട്ട് വാപ്പ ഞാൻ ഈ കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, വാപ്പയുടെ അഭിപ്രായം എന്താ, അല്ലെങ്കിൽ ഉമ്മയുടെ അഭിപ്രായം എന്താ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജ്യേഷ്ഠനാണുള്ളതെങ്കിൽ മാതാപിതാക്കൾ ആ ജ്യേഷ്ഠനോടൊന്ന് ചോദിച്ചിരിക്കാൻ ഞാൻ ഈ കാര്യം ചെയ്യാൻ പോകും. ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇഷ്ടജനങ്ങളോട് അതൊന്ന് കൂടി ആലോചിച്ചാൽ അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വലിയ സംതൃപ്തിയാണ്. മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഞാൻ വലിയവനല്ല എന്നൊരു താഴ്മ അത് നമ്മൾ സ്വയം ഉണ്ടാക്കലുമാണത്. ആ ആളുകളെ പരിഗണിക്കലും ബഹുമാനിക്കലും ആയി മാറും. അത് സ്വന്തം അഹങ്കാരമില്ലാതാവും എന്നുള്ളതാണ്. മറ്റ് എല്ലാത്തിനും എന്നെ കൊണ്ട് കഴിയും, ഞാൻ അതിന് പ്രാപ്തനാണെന്ന ചിന്ത മാറിയിട്ട് മറ്റുള്ളവരോട് കൂടി ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവം കൂടെ ഉണ്ടാവും. അഹങ്കാരം കുറയും എന്നുള്ളതാണ്. മറ്റുള്ളവരെ ചെറുതായി കാണലും സത്യത്തെ നിരാകരിക്കലുമാണ് കിബിർ എന്നുള്ളത്. അൽ കിബറോ ബത്റുൽ ഹഖി വഗംതുൻ നാസ്. അഹങ്കാരം എന്ന് പറയുന്നത് ജനങ്ങളെ ചെറുതായി കാണാം. എന്റെ അത്ര പോലും വിവരമില്ലാത്തപ്പോ അവരോട് ഞാൻ എന്ത് ചോദിക്കാനാണ്? വാപ്പാനോട് ഇതിലിപ്പോ എന്താ കാര്യം? വാപ്പാക്ക് അതിനെ കുറിച്ചുണ്ടാ വല്ല വിവരവും വിദ്യാഭ്യാസവും വാപ്പാനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്കത് ചെയ്യാം അല്ലെ? അല്ല ഇക്കാക്കാണ്ട് എന്തിനാ ഇക്കാനൊക്കെ ചോദിക്കുന്നത്? എന്തിനാണ് മാമനോട് ചോദിക്കുന്നത്? അപ്പൊ അവരെ നമ്മൾ കുറച്ച് കാണാണ്. പക്ഷേ വിവരവും വിദ്യാഭ്യാസമുള്ള നമ്മളെക്കാൾ അനുഭവം അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ അവരോടൊന്ന് ചോദിക്കുന്നത് അത് അവരെ ആദരിക്കലും നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരം കുറച്ച് നമ്മളൊന്ന് താഴ്ത്തലും സ്വയം താഴ്ത്തലും ആയത് മാറും. അത് ഗുണമാണ്. അതുപോലെ തന്നെ കൂടി ആലോചിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതാവും എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഒറ്റക്കെടുക്കുന്ന ഒരു തീരുമാനം അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ സമാധാനിപ്പിക്കാറുണ്ടാവൂല. നിങ്ങളൊറ്റയ്ക്ക് തീരുമാനിച്ചല്ലേ. ഭാര്യയും മക്കളും മാതാപിതാക്കളും ആരും നമ്മളെ സമാധാനിപ്പിക്കാനുണ്ടാവൂല. എല്ലാം ചോദിക്കും, എന്നാ എനക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കായിരുന്നില്ലേ, ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ, എന്തിപ്പോ അങ്ങനെ ചെയ്ത് എന്ന് ചോദിക്കലല്ലാതെ. എന്നാൽ എല്ലാവരുമായി കൂടി ആലോചിക്കുമ്പോൾ എന്താവും? അത് പലരുടെയും അഭിപ്രായങ്ങൾ വരികയും ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാനും അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്യും. അവരൊക്കെ അത് വിജയിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല അകൽച്ചകൾ കുറയും. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണം തീരുമാനിക്കുമ്പോൾ ആ കല്യാണത്തിൽ നിർബന്ധമായി പങ്കെടുക്കേണ്ട നമ്മുടെ കുടുംബങ്ങളോട് അന്വേഷിക്കണം. അത് നമ്മൾ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ, കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ, എൻ്റെ അടുത്ത് പണമുണ്ട്, എനിക്ക് മക്കളുണ്ട്, പ്രാപ്തരായ മക്കളുണ്ട്, പഠിക്കാനുണ്ട്, ജോലിക്കാരുണ്ട്, എൻ്റെ കൂട്ടുകാരെന്ന് തീരുമാനിച്ചാൽ പങ്കെടുക്കേണ്ട പലർക്കും പങ്കെടുക്കാൻ കഴിയാതെ വരും. ചിലപ്പോ അനുജന്റെ മോളുടെ പ്രസവം ഉണ്ടാവും, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ മോന്റെ ഗൾഫ് പോക്കുണ്ടെന്ന്. സ്വാഭാവികമായും രക്തബന്ധമുള്ളവർക്ക് അത് എന്നോട് ആലോചിച്ചെങ്കിൽ ഒന്ന് ഡേറ്റ് മാറ്റി വെക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു മനസ്സുകൊണ്ടൊരു അകൽച്ച വരും അവിടെ ആ കുടുംബത്തിന്. എന്ത് കുടുംബമായിട്ട് എന്താ കാര്യം? നമ്മളെ പരിഗണിച്ചില്ല, നമ്മളെ പങ്കെടുക്കണമെന്നവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ കുടുംബമായ വിഷയങ്ങൾ തീരുമാനിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന, അതിൽ പങ്കെടുക്കേണ്ടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ട് ഒന്ന് കൂടി ആലോചിക്കുക. അങ്ങനെ ഒരു കൂടിയാലോചന ഉണ്ടാകുമ്പോൾ ഐക്യം ഉണ്ടാവും. ചിലപ്പോ അവർക്കത് അറിഞ്ഞാൽ അത് മാറ്റിവെക്കാൻ കഴിഞ്ഞെന്ന് വരും, അല്ലെങ്കിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞെന്ന് വരും. അപ്പോ ഇന്ന് അങ്ങനല്ല, പൈസ ഉള്ളവന് വേണമെങ്കിൽ വന്നോട്ടെ, നമ്മൾ തീരുമാനിക്കാം. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജീവിക്കാൻ വിശാലത നൽകിയപ്പോൾ കുടുംബം വേണ്ട, കൂട്ടുകാര് വേണ്ട, നാട് വേണ്ട, ദീൻ വേണ്ടൊന്നും വേണ്ട, വേണ്ടതൊക്കെ വേണമെങ്കിൽ വന്നോട്ടെ, അല്ലെങ്കിൽ കാര്യം നടക്കാതിരിക്കൊന്നുമില്ല. അപ്പൊ ബന്ധങ്ങൾ അകന്നു പോകുന്നു, അകൽച്ചകൾ കൂടുന്നു, ഐക്യമില്ലാതാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാലോചന എല്ലാ വിഷയത്തിലും ഉണ്ടാവണം. അതുപോലെ തന്നെ നിർഭയത്വം ഉണ്ടാകും എന്നാണ്. സാമൂഹികമായ ഒരു വിഷയം വരുമ്പോ, അല്ലെങ്കിൽ കുടുംബപരമായ ഒരു വിഷയം വരുമ്പോ, അതിന്റെ ആളുകളുമായി, പക്വതയുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളുമായി കൂടിയാലോചന ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമായി, എല്ലാരും പറഞ്ഞൊരു അഭിപ്രായമല്ലേ ഞാൻ ചെയ്തത്, അല്ലാഹു സഹായിക്കും.
അങ്ങനെ നമുക്കൊരു ധൈര്യം ഉണ്ടാവും ആ കാര്യം ചെയ്യാൻ. എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹായവും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു നിർഭയത്വം ഉണ്ടാകും ആ വിഷയത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂടിയാലോചന നടത്തുക എന്നത് ഖേദത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുകയും ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുകയും ചെയ്യും. കൂടി ആലോചിക്കാതെ ഒരു കാര്യം ചെയ്തിട്ട് പരാജയപ്പെട്ടാൽ വല്ലാത്ത ഖേദമായിരിക്കും. അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. എന്നാൽ കൂടി ആലോചന ഉണ്ടെങ്കിൽ ആ ഖേദം ഉണ്ടാവില്ല, ആ സങ്കടം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അലിയുള്ളാനെ പറയുകയുണ്ടായി, ശരിയായ ഗൈഡൻസ് എന്ന് പറയുന്നത് കൂടിയാലോചനയാണ്. സ്വന്തം അഭിപ്രായത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നവൻ അവന്റെ ജീവിതവും ജീവനവും അപകടപ്പെടുത്തുന്നവനാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചനയിൽ നബിയെ പോലെ ഉള്ള ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ ഹുറൈറ പറയും. എന്തൊരു ചെറിയ വിഷയമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തോട് ആലോചിക്കാതെ ചെയ്യില്ല എന്ന് ആലോചിക്കാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ചെറുതാവട്ടെ വലുതാവട്ടെ, ബദർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ സ്വഹാബികളൊക്കെ വിളിച്ചു ചോദിച്ചു, കച്ചവട സംഘം നമ്മൾ അവിടെ ഉപേക്ഷിച്ച് വന്ന നമ്മുടെ മുതലക്കെടുത്ത് കച്ചവടം ചെയ്ത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവുമായിട്ട് പോകുന്നുണ്ട്, അവരെ നമുക്ക് തടയണോ, അതോ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശത്രു സൈന്യം വരുന്നുണ്ട്, ആ സൈന്യത്തെ തടയണോ? അബൂജഹലിന്റെ നേതൃത്വമുള്ള സൈന്യത്തെ തടയണോ, അതോ അബൂ സുഫിയാനത്തുള്ള കച്ചവട സംഘത്തെ തടയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിക്ക് തീരുമാനം എടുക്കാം. അള്ളാഹ് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയെ രണ്ടാണെങ്കിലും അള്ളാഹ് സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നബിക്കാർ തീരുമാനം എടുത്ത പോലെ രണ്ടാണെങ്കിൽ അള്ളാഹ് സഹായിക്കൂടോ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിളിച്ചു, ഓരോ കുടുംബത്തെയും തലവന്മാരെയും വിളിച്ച്, അള്ളാഹിന്റെ വാഗ്ദാനം ഇങ്ങനെയുണ്ട്, നിങ്ങളെ ബുദ്ധിക്ക് തോന്നുന്നത് ഏതാണ് നമുക്ക് ഉത്തമം? ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു, കച്ചവട സംഘം തടഞ്ഞ കുറച്ച് പൈസ കിട്ടിയോണ്ട് കാര്യമില്ല, നമ്മളെ നശിപ്പിക്കാൻ വരുന്നവരെ നമ്മൾ അമർച്ച ചെയ്യണം, എങ്കിലേ നമുക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റൂ. എല്ലാവരും ഭൂരിപക്ഷവും ആ തീരുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നടപ്പിലാക്കിയത്. അങ്ങനെ ബദർ യുദ്ധത്തിന് പോകുന്നത്. ബദർ യുദ്ധത്തിന് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വിശാലമായ ഒരു സ്ഥലം, കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ തമ്പടിച്ചു. അപ്പോൾ നോക്കുക, അവിടെ തമ്പടിച്ച സന്ദർഭത്തിൽ ചോദിച്ചു, അല്ല നബിയെ, ഇവിടെ ക്യാമ്പ് ചെയ്തത് അള്ളാന്റെ തീരുമാനമാണോ, അതോ നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണോ, അതാ വല്ല യുദ്ധതന്ത്രമായിട്ട് ചെയ്തതാണോ? നബിസ്വല്ലാഹു പറഞ്ഞു, ഇതൊന്നുമല്ല, എനിക്കങ്ങനെ തോന്നി ഞാൻ ചെയ്തു. എന്നാ അപ്പോ ഹബാബ് റളിയല്ലാഹു പറഞ്ഞു, ശത്രുക്കൾക്ക് വേഗം നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളെ തകർക്കാൻ കഴിയും, നമ്മുടെ അടുക്കൽ ആയുധവും ആളും കുറവാണ്, അതുകൊണ്ട് ശത്രുക്കൾക്ക് വരാൻ കഴിയാത്ത ആ താഴ്ഭാഗത്ത് നമ്മൾ നിൽക്കലാണ് ഉത്തമം, അതാണ് യുദ്ധതന്ത്രം നബിയെ, അങ്ങനെ ചെയ്തുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കങ്ങനെ ചെയ്യാം. അബൂബക്കർ ഉമർ എല്ലാം വിളിച്ചു കൂട്ടി. ഹുബാബിന് മുൻദിർ പറയുന്നുണ്ട് ഇങ്ങനെ, നിങ്ങളുടെ അഭിപ്രായം എന്താ? നബി, അത് ശരി തന്നെയാണ്, അതാണ് ശരി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എല്ലാവരോടും ആ ഭാഗത്തേക്ക് പോകാൻ പറഞ്ഞു. അത് യുദ്ധത്തിൽ വിജയത്തിന് വലിയ ഒരു നാഴികക്കല്ലായി കാരണമായി മാറി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വഹാബികളുമായി കൂടിയാലോചിക്കാറുണ്ടായിരുന്നു. ഇതായിരിക്കണം നമ്മുടെ ശൈലി. നമ്മൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനമുണ്ടാകുമ്പോൾ ആ തീരുമാനം, എന്റെ തീരുമാനം ഇന്നതാണ്, അതിൽ ശരിയും ശരികളും ഇന്നതാണെന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അതോടൊപ്പം മറ്റുള്ളവരുടെ ശരികൾ സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. അതല്ലാതെ ഞാനെന്ന് പറയും, അതങ്ങോട്ട് കേട്ടാ മതി എന്നൊരു വാപ്പ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞാൽ, ആ കുടുംബത്തിൽ യാതൊരു ഐക്യമോ സമാധാനമോ ഉണ്ടാവില്ല. ഞാനവിടെ പറയാ, ഞാൻ വാപ്പയെ നിങ്ങളോട് കേട്ടോളണം എന്ന രീതി ഇസ്ലാമിലില്ല, അള്ളാഹു റസൂൽ പഠിപ്പിച്ച ദീനിലില്ല. അതുപോലെ തന്നെ നിങ്ങൾ പറ്റണെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ പൊയ്ക്കോളി എന്നൊരു നേതാവ് പറയാൻ പാടില്ല. അത് കുടുംബത്തിന്റെ ആണെങ്കിലും ഏതൊരു നേതാവാണെങ്കിലും. ഇതെല്ലാം നമ്മെ കുറിച്ച് മറ്റുള്ളവരിൽ വളരെ മോശമായ വെറുപ്പിനും അനിഷ്ടത്തിനും നമ്മളോടൊരു മതിപ്പില്ലായ്മയ്ക്കും അത് കാരണമാവുകയും ചെയ്യും.
മാത്രമല്ല അഹങ്കാരം നമ്മിൽ വന്നു ചേരാൻ സാധ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി അങ്ങനെ കൂടിയാലോചിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നമ്മൾ അംഗീകരിക്കണം. നിങ്ങൾ കൂടിയാലോചിച്ച കാര്യം തീരുമാനിച്ചാൽ അല്ലാഹു കാര്യം ഏൽപ്പിക്കുകയും എന്നിട്ട് നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം. അല്ലാതെ അതിൽ നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും നിങ്ങൾ പരാജയപ്പെടും. ഉദാഹരണത്തിന് ഉഹദ് യുദ്ധത്തിൽ ബദറിൽ ജയിച്ച ആവേശവും സമാധാനമൊക്കെ ഉണ്ട്. അടുത്തത് മുസ്ലിങ്ങളെ അപ്പാടെ തകർക്കണം എന്ന് പറഞ്ഞ് ബദറിൽ മുസ്ലിങ്ങൾ നടത്തിയതിന് പ്രതികാരം കിട്ടണം എന്ന് പറഞ്ഞ് ഉഹദിലേക്ക് 3000-ഓളം സൈന്യവുമായിട്ട് ഖുറൈശികൾ വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ ഉഹദിൽ കൊണ്ടുപോയിട്ട് യുദ്ധതന്ത്രങ്ങളെ ആസൂത്രണം ചെയ്ത് പറഞ്ഞു. സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചുപേർ അമ്പെയ്ത്തറിയുന്ന ആളുകൾ ആ മലയുടെ മുകളിൽ ഇന്ന ഭാഗത്ത് ഇത്ര ആള് നിൽക്കണം. ഞാൻ പറഞ്ഞാലല്ലാണ്ട് നിങ്ങൾ അവിടെ ഇറങ്ങാൻ പാടില്ല. അങ്ങനെ സ്വഹാബികൾ അവിടെയൊക്കെ നിർത്തി. പക്ഷേ യുദ്ധം ആദ്യത്തിൽ വിജയിച്ച് ശത്രുക്കളൊക്കെ പേടിച്ച് ഓടിപ്പോയപ്പോൾ റസൂലുള്ളാഹിന്റെ വാക്ക് കേൾക്കാതെ അവിടുന്ന് ആ സ്വഹാബികളുടെ ഇറങ്ങിയപ്പോൾ അതിന്റെ പിന്നിൽ ഖാലിദ് ബിൻ വലീദ് അന്ന് മുസ്ലിം ആയിട്ടില്ല, റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം ഖുറൈശികളുടെ യുവ നേതാവാണ്, പട്ടാളക്കാരൻ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള കുറെ യുവ സൈന്യങ്ങൾ എവിടെയാണ് ലൂപ്പ് എന്ന് നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു. ഈ സ്വഹാബികൾ ഇറങ്ങിയപ്പോൾ അവരെന്ന് കയറി പിന്നിലൂടെ അറ്റാക്ക് ചെയ്ത് 70ഓളം സ്വഹാബികളായി യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടി, മുഖത്തടി വാളുകൊണ്ട് അടിയേറ്റ്, ചോരയിൽ കുളിച്ചു, തലയിൽ മുറിയായി അമ്പ് തറച്ചു. ഹംസ റളിയല്ലാഹു കഷ്ണങ്ങളായി വെട്ടിച്ച് എറിയപ്പെട്ടു. ഒരുപാട് വേദനിപ്പിക്കുന്ന രംഗങ്ങളും പ്രയാസവും ഉണ്ടായി. എന്താ കാരണം? ആദ്യത്തിൽ ജയിച്ച യുദ്ധം പിന്നീട് എങ്ങനെ ഗതി മാറി? അല്ലാഹുവിന്റെ റസൂൽ എടുത്ത ഒരു തീരുമാനം, കൂടിയാലോചിച്ചെടുത്ത തീരുമാനം സ്വന്തം ഇഷ്ടത്തിന് മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു പരാജയപ്പെടുത്തി. നേതാവാരായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം ചെയ്തതാരാ? സ്വഹാബികള്. എന്നിട്ടും അത് പരാജയപ്പെട്ടു. കാരണം എടുത്ത തീരുമാനം മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേതൃത്വം കൂടിയിട്ട് അതിൽ ജമാഅത്താണെങ്കിലും ഒരു സംഘടനയാണെങ്കിലും ഒരു മഹല്ലാണെങ്കിലും ഐക്യമായി എടുത്ത തീരുമാനം തവക്കുൽ ചെയ്ത് അതിൽ മുന്നോട്ട് പോകണം. എങ്കിലേ അല്ലാഹുവിന്റെ വിജയമുണ്ടാവുകയുള്ളൂ, ഒരുമയുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ സംഭവം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് സമുദായത്തെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ ആ സമുദായ നേതൃത്വം പറഞ്ഞതിൽ നമ്മൾ ഒതുങ്ങി നിൽക്കണം. പിന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ചുകൊണ്ടത് മാറ്റാനും അതുപോലെ കമന്റുകൾ പറയാനും ആളുകളെ തെറ്റിപ്പിക്കാനൊന്നും പാടില്ല. അത് ഏതൊരു വിഷയമായിരുന്നാലും ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വ്യക്തിപരമാകട്ടെ, കുടുംബപരമാകട്ടെ, സാമൂഹികമാകട്ടെ വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളായി ചർച്ച ചെയ്തുകൊണ്ട് ഒരുമയോടെ ഐക്യത്തോടുകൂടി മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി യുഹിബ്ബു റബ്ബുനാ ഗൈറല്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുസ്ലിമായി മാത്രം ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകണമേ എന്ന് സ്വന്തത്തോടുന്ന പോലെ വീണ്ടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തത് മുസ്ലിങ്ങളെ തകർക്കാൻ, അവരുടെ വിശ്വാസം ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ എല്ലാ കാലത്തും അള്ളാഹുവിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൽ വിജയിക്കാൻ കഴിയാൻ ഒരേ മനസ്സോടെ, ഐക്യത്തോടെ,
കാര്യങ്ങളിൽ വ്യക്തി, കുടുംബ, സമൂഹ തലങ്ങളിലെല്ലാം ഒരു കൂടിയാലോചനയോടെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു ഒരുമിച്ച് നിൽക്കുന്നവർക്കാണ് അള്ളാഹു സഹായം കൊടുക്കുക. ഭിന്നിച്ചവരെ, ഒറ്റപ്പെട്ട കുഞ്ഞാടുകളെ ചെന്നായ പിടിക്കുന്ന പോലെ പിശാച് പിടിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ പരീക്ഷണം നേരിടുന്ന സംഭവമാണ് ഇപ്പോൾ. നമ്മുടെ വീടുകളിലൊക്കെ SIR-ന്റെ പേപ്പറുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ഇവിടെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും. അത് തെറ്റുകൾ തിരുത്തി ക്ലിയറാക്കുക എന്നതാണ്. അതുകൊണ്ട് പറയുന്നത് അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് അല്ലാഹുവോട് പ്രാർത്ഥിക്കാം. പക്ഷെ അതിന്റെ പിന്നിൽ പല സംശയങ്ങളും, ഈ ധൃതിപ്പെട്ടുള്ള വിഷയങ്ങൾ, ആകെ ഒരു മാസം കൊണ്ടുള്ള ഈ ശ്രമത്തിൽ ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് കെയർലെസ് ആയിട്ട് ആര് വോട്ട് ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം എന്നൊരു ചിന്ത, അത് വിവരക്കേടാണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉറപ്പുവരുത്താൻ വേണ്ടി വളരെ ശ്രദ്ധയുണ്ടാവണം. നിങ്ങളുടെ രേഖകളിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്തുകൊണ്ട് അവർക്ക് സമർപ്പിക്കണം. അല്ലെങ്കിൽ വോട്ടില്ലാതെയാവും. വോട്ടില്ലാതായാൽ പലതും ഇല്ലാതെയാവുന്ന അവസ്ഥകളാണുള്ളത്. ഭാവിയിൽ ഇന്ത്യൻ പൗരന്റെ പൗരത്വത്തിന് അടയാളമായിട്ട് മാറുന്ന രീതിയിലേക്കാണ് ആ വോട്ടേഴ്സ് ID കാർഡ് പോകുന്നത്. എല്ലാവരും നാട്ടിലുള്ളവരാണെങ്കിൽ, വോട്ട് നാട്ടിലാണെങ്കിൽ നിങ്ങൾ ലീവ് എടുത്ത് അവിടെ പോയി അത് ശരിയാക്കിയിട്ട് വരണം. അത് നമ്മുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇവിടെ വോട്ടുള്ളവരും വളരെ ഗൗരവത്തോടെ അത് കണ്ടുകൊണ്ട് അതിൽ ശ്രദ്ധ പുലർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിന് കൂടുതൽ അഭിവൃദ്ധിയും രാജ്യനിവാസികൾക്ക് സുരക്ഷിതത്വവും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും തകർക്കുന്ന ചിത്രശക്തികളുടെ എല്ലാ തന്ത്രങ്ങളെയും അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفي حلقنا بالنار، ولا تجعلنا من حطب النار، وإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.